മഹാനായ ശംസുൽ ഉലമ. നാം കേട്ടെടുത്തോളം ശരീഅത്തിന്റെ ഇൽമിലെ ചക്രവർത്തിയായിരുന്നു കേരളത്തിൽ ശംസുൽ ഉലമ റളിയല്ലാഹു അൻഹു. അവർ പക്ഷേ 24 മണിക്കൂറും തൻ്റെ ഷെയ്ഖിനെ പുലർന്നു, പകർന്നു, ദിക്റുല്ലാഹിയിൽ ലയിച്ചു. തർബിയത്തിൻ്റെ ഷെയ്ഖില്ലാതെ ഒരു പണ്ഡിതനും പരിശുദ്ധ ദീനിൽ രക്ഷപ്പെടാൻ കഴിയില്ലെന്ന് ശംസുൽ ഉലമ പറഞ്ഞ വാക്ക് ഇന്നും നമുക്ക് കേൾക്കാൻ കഴിയുന്നുണ്ട്. രണ്ടും മേളിച്ചു. എത്രയോ ആളുകളുണ്ട്. 10-25 വർഷം മുൻപ് വിയോഗമടഞ്ഞ നമ്മുടെ കേരളീയ ഉലമായിലെ 90% രണ്ടും കൂടെ സമ്മേളിച്ചവരായിരുന്നു. വിളിയങ്കോട് ഉമറുൽ ഖാദി റളിയല്ലാഹു അൻഹു. ആദ്യം അദ്ദേഹം അൽ ആലിമു ബി അംരില്ലാഹി ആയിരുന്നു. ഫിഖ്ഹ് പഠിച്ച്, എമ്പാടും അറിവുകൾ പഠിച്ച് പല കിതാബുകൾ എഴുതി. പിന്നെയാണ് ഖുതുബുസ്സമാൻ മമ്പുറം സയ്യിദ് അലവി മൗലദവീല റളിയല്ലാഹു അൻഹുവിനെ ഷെയ്ഖായി സ്വീകരിച്ച് കൊണ്ടു നടക്കുന്നത്. അപ്പോഴെന്തായി? അൽ ആലിമു ബില്ലാഹിയുമായി, അൽ ആലിമു ബി അംരില്ലാഹിയുമായി. ഇത് രണ്ടും കൂടി സമ്മേളിച്ചപ്പോൾ ഉമറുൽ ഖാദി റളിയല്ലാഹു അൻഹു ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറഞ്ഞു, പാടി. അത് കൽബിൽ തട്ടുന്ന വരികളായി മാറി. ഇത് ഇന്ന് ചിലർക്കൊക്കെ നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. തങ്ങൾ പഠിക്കുന്ന പുസ്തകം നമുക്ക് കിതാബ് ഓതിത്തരുന്ന ഉസ്താദുമാര്, നമ്മൾ മുത്താലാ ചെയ്ത വലിയ വലിയ കിതാബുകൾ, അതിലപ്പുറമൊന്നും ഇൽമില്ല, അതിൻ്റെ അഹ്ലുകാരി എന്ന് പറഞ്ഞ ഒരു വിഭാഗവുമില്ല എന്നൊക്കെ ജൽപ്പിക്കുകയാണ്. പൊതുജനം അതിൽ അകപ്പെട്ടു പോയാൽ അവർക്ക് പരിശുദ്ധ ദീനിൻ്റെ അകക്കാമ്പ് നഷ്ടപ്പെടും. അതാണ് ഇന്ന് പലപ്പോഴും വ്യാപകമായി സംഭവിക്കുന്നത്. തസവൂഫിൻ്റെ അഹ്ലുകാരും അതിനെ എതിർക്കുന്നവരും തമ്മിൽ പ്രാമാണികമായ ആശയപരമായ സംവാദം അടിസ്ഥാനപരമായി ഉണ്ടാകുന്നതിൻ്റെ ഒരു ഹേതു, ഒരു വിഭാഗം അവർ ശരീഅത്തിന്റെ പണ്ഡിതന്മാർ എന്നൊന്നും പറയാൻ പറ്റില്ല, തസവൂഫിൻ്റെ വിമർശകർ എന്ന് വേണമെങ്കിൽ പറയാം. അക്ഷരങ്ങളിലൂടെയുള്ള ഇൽമിനെ മാത്രമാണ് അവർ അവലംബിക്കുന്നതും ഗൗനിക്കുന്നതും അംഗീകരിക്കുന്നതും. കിതാബുകളിൽ എഴുതപ്പെട്ട ഇൽമ് മുതാലയിലൂടെ, വായനയിലൂടെ, വായിച്ച് പഠിച്ച് അറിവ് ശേഖരിച്ച് അതിൽ പ്രാഗൽഭ്യം തെളിയിച്ചവർ പലർക്കും മുതാലയും ഇല്ല എന്നതാണ് സങ്കടകരം. അൽ ഇമാമുൽ ഗസാലിയെ പോലുള്ള മഹാന്മാർ ആത്മീയമായ ഗുരുനാഥന്മാരുടെ അൽ ഇൽമുൽ വഹ്ബി കൊണ്ട്, അൽ ലദുന്നിയ്യ് കൊണ്ട് സമ്പന്നരായ മഹാന്മാരെ കണ്ടതിൻ്റെ ശേഷമാണ് അള്ളാഹുവിനെ കുറിച്ചുള്ള ശരിയായ ഇൽമിൻ്റെ ആദ്യ പാഠം ഞങ്ങൾക്ക് ലഭിച്ചു തുടങ്ങിയത് എന്ന് അവരുടെ ആത്മാനുഭവത്തിൽ എഴുതി വച്ചിട്ടുണ്ട്. ഇൽമുൽ ലദുന്നിയ്യു എന്ന ഇൽമു ലഭിച്ച ഔലിയാക്കൾ, അഹ്ലുല്ലാഹി, സൂഫികൾ, അവരൊരിക്കലും തന്നെ അൽ ഇൽമുൽ കസ്ബി, പരിശ്രമത്തിലൂടെ നേടിയെടുക്കുന്ന ഇൽമിനെയും അതിൻ്റെ അഹ്ലുകാരെയും ചെറുതാക്കുകയില്ല, അവഗണിക്കുകയില്ല. എന്നാൽ ത്വരീഖത്ത് എന്ന് പറഞ്ഞ് നടക്കുന്ന ചില ആളുകളൊക്കെ ബോധമില്ലാതെ അങ്ങനെയൊക്കെ പറഞ്ഞു പോകുന്നുണ്ട്. ശരീഅത്തിന്റെ അറിവ് മാത്രമേ അവർക്കുള്ളൂ, ത്വരീഖത്തിന്റെ വിവരം ഇല്ലാത്തത് കൊണ്ടാണ്. അങ്ങനെയൊന്നും പറയരുത്. കാരണം ശരീഅത്തിന്റെ ഇൽമ് എന്നത് തന്നെ എല്ലാ ഇൽമിനെയും ഉൾക്കൊള്ളുന്നതാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വബിഹി നസ്തഈൻ അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിന മുഹമ്മദിൻ റസൂലില്ലാഹ് അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി വത്താബിഈന ലഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ വമൻ യുഅ്തൽ ഹിക്മത ഫഖദ് ഊതിയ ഖൈറൻ കസീറ. അൽഹംദുലില്ലാഹ്, അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹ കനിവ് കൊണ്ട് അള്ളാഹുവിൻ്റെ ഔലിയാക്കളായ സൂഫി മഹാന്മാരായ നേതാക്കന്മാരെ ഉൾക്കൊള്ളാനും സ്നേഹിക്കാനും അവരെ അനുധാവനം ചെയ്യാനുമുള്ള അനുഗ്രഹം നമുക്ക് ലഭിച്ചു. അല്ലാഹു തആല അത് ഇസ്തിഖാമത്തോടുകൂടി നിലനിർത്തി തരട്ടെ എന്നാണ് എപ്പോഴുമുള്ള പ്രാർത്ഥന. സൂഫി ജാലകം നാം തുറന്നു വയ്ക്കുന്നു. അൽ ഇമാം അൽ മുജ്തഹിദ്
ഖാത്തിമത്തുൽ ഹുഫാള് അബുൽ ഫളൽ ജലാലുദ്ദീൻ അസ്സുയൂത്തി റളിയല്ലാഹു അൻഹു ഹിജ്റ 911 വിയോഗം പ്രാപിച്ച ഫിഖ്ഹ്, ഹദീസ്, ചരിത്രം, തസവുഫ് തുടങ്ങി എല്ലാ വിജ്ഞാനങ്ങളിലും അധികായനായിരുന്ന 500ഓളം ഗ്രന്ഥങ്ങൾ വൈജ്ഞാനിക ലോകത്തിന് സമ്മാനിച്ച തഫ്സീറുൽ ജലാലൈനിയിലൂടെ അതിൻ്റെ അർദ്ധഭാഗം വ്യാഖ്യാനിച്ച് നമുക്കൊക്കെ പരിചിതനായ ഗുരുതുല്യനായ അൽ ഹാഫിള് ജലാലുദ്ദീൻ സുയൂത്തിയുടെ വിഖ്യാതമായ തഈദുൽ ഹഖീഖ അൽ അലിയ്യ എന്ന കിതാബിനെ പുരസ്കരിച്ച് നാം ചിലത് സംസാരിച്ചു. ഇന്ന് ആ ഗ്രന്ഥത്തിലെ 8-12 പേജുകളിലുള്ള ചില പ്രധാനപ്പെട്ട വൈജ്ഞാനിക വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ വിചാരിക്കുന്നു. സൂഫികളായ അള്ളാഹുവിൻ്റെ അഹ്ലുകാരായ ഔലിയാക്കൾ, അവരെ അനുകൂലിക്കുന്നവരും അംഗീകരിക്കുന്നവരും, അൽഹംദുലില്ലാ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ പ്രമാണ രീതി അങ്ങനെയാണ്. പ്രായോഗിക രീതിയും കുറച്ചു കാലം വരെ നമ്മുടെ നാട്ടിൽ അങ്ങനെ തന്നെയായിരുന്നു. എന്നാൽ ഔലിയാ സൂഫികളായ മഹാന്മാരെ കണ്ണടച്ചെതിർക്കുകയും നിരാകരിക്കുകയും ന്യായങ്ങൾ ഉണ്ടാക്കി പറഞ്ഞ് ഹക്കായ അള്ളാഹുവിൻ്റെ അഹ്ലുകാരിൽ നിന്നും പൊതുജനത്തെ അകറ്റുകയും ചെയ്യുന്ന ഒരു വിഭാഗം. അള്ളാഹു തആല അവൻ്റെ കനിവ് കൊണ്ട്, റഹ്മത്ത് കൊണ്ട് എല്ലാവർക്കും അവൻ്റെ ഹിദായത്തിൻ്റെ മധുരം പൂർണ്ണ അളവിൽ നൽകട്ടെ എന്ന് നമുക്ക് ദുആ ചെയ്യാം. അപ്പോൾ തസവുഫിനെയും അതിൻ്റെ അഹ്ലുകാരെയും എതിർക്കാൻ വേണ്ടി പ്രസംഗിക്കുന്ന ഉസ്താദുമാരിൽ ചിലർ, പ്രമുഖന്മാർ പോലും ജലാലുദ്ദീൻ സുയൂത്തിയുടെ തഈദുൽ ഹഖീഖയെ ആധികാരികമായി അവലംബിച്ചുകൊണ്ട് പ്രസംഗിക്കുന്നത് കേട്ടപ്പോൾ അതിലുള്ള ചില ഭാഗങ്ങൾ തസവുഫിനെ സ്ഥാപിക്കാനും ഔലിയാഇൻ്റെ മഹത്വത്തെ ഉദ്ഘോഷിക്കാനും ത്വരീഖത്തിൻ്റെ മധുരം ആസ്വദിച്ച് ജീവിക്കുമ്പോഴാണ് പരിശുദ്ധ ഇസ്ലാമിക ജീവിതത്തിൻ്റെ പൂർണ്ണത കൈവരിക എന്ന് സ്ഥാപിക്കാനുമാണ് താൻ ഉൾക്കൊണ്ട അശാദുലിയ്യ, അദ്ദസൂഖിയ്യ, ആ മാർഗത്തിൻ്റെ മധുരം വിവരിച്ചുകൊണ്ട് അൽ ഇമാം ജലാലുദ്ദീൻ സുയൂത്തി റളിയല്ലാഹു അൻഹു ഈ കിതാബ് രചിച്ചത്. ഈ കിതാബിൽ നിന്നും ചില ഭാഗങ്ങൾ അടർത്തിയെടുത്ത് ഹക്കായ ത്വരീഖത്തിനെ വിമർശിക്കുന്നത് കണ്ടപ്പോൾ ഈ കിതാബ് ഏതായാലും അവർക്കും ആധികാരികവും അംഗീകൃതവുമാണല്ലോ, ചില കാര്യങ്ങളൊക്കെ പറയാൻ വിചാരിക്കുന്നു. തസവുഫിൻ്റെ അഹ്ലുകാരും അതിനെ എതിർക്കുന്നവരും തമ്മിൽ പ്രാമാണികമായ ആശയപരമായ സംവാദം അടിസ്ഥാനപരമായി ഉണ്ടാകുന്നതിൻ്റെ ഒരു ഹേതു, ഒരു വിഭാഗം അവർ ശരീഅത്തിൻ്റെ പണ്ഡിതന്മാർ എന്നൊന്നും പറയാൻ പറ്റില്ല, തസവുഫിൻ്റെ വിമർശകർ എന്ന് വേണമെങ്കിൽ പറയാം. അക്ഷരങ്ങളിലൂടെയുള്ള ഇൽമിനെ മാത്രമാണ് അവർ അവലംബിക്കുന്നതും ഗൗനിക്കുന്നതും അംഗീകരിക്കുന്നതും. കിതാബുകളിൽ എഴുതപ്പെട്ട ഇൽമ് മുതാലയിലൂടെ, വായനയിലൂടെ, വായിച്ച് പഠിച്ച് അറിവ് ശേഖരിച്ച് അതിൽ പ്രാഗൽഭ്യം തെളിയിച്ചവർ പലർക്കും മുതാലയും ഇല്ല എന്നതാണ് സങ്കടകരം. സൂഫി വിമർശനം നടത്തുന്ന ചില പണ്ഡിതന്മാരോട് തസവുഫിൽ നിങ്ങൾ ഏതെല്ലാം കിതാബ് തീർത്ത് വായിച്ചിട്ടുണ്ട് എന്ന് ചോദിച്ചാൽ വളരെ നിരാശാജനകമാണ് മറുപടി. ഇഹ്യാ ഉലൂമുദ്ദീനോ റിസാലത്തുൽ ഖുശൈരിയോ അവാരിഫുൽ മആരിഫോ അങ്ങനെ ഏതെങ്കിലും ചിലതൊക്കെ നല്ലപോലെ വായിച്ച് മുതാലഅ ചെയ്താൽ തന്നെ ആ ഇൽമ് മതി ഒരാളെ ഔലിയായിലേക്ക്, ത്വരീഖത്തിലേക്ക്, മഹാന്മാരിലേക്ക് അടുപ്പിക്കാൻ. പക്ഷെ അതുപോലും ഇല്ലാത്ത വെറും ബാഹ്യമായ ചില അക്ഷരവായനകൾ മാത്രം, അവിടെയാണ് പലപ്പോഴും അപകടം വരിക. നമുക്ക് പറയാം, ഇമാം സുയൂത്തിയെ അവലംബിച്ചുകൊണ്ട് ഇസ്ലാമിക ദർശനത്തെ അവലംബിച്ച് വിശകലനം ചെയ്യുമ്പോൾ 2 ഇൽമാണ്. ഒന്ന് അൽ ഇൽമുൽ വഹ്ബിയു, 2 അൽ ഇൽമുൽ കസ്ബിയു.
അള്ളാഹു അവൻ്റെ ഇഷ്ടദാസന്മാർക്ക് അവനുദ്ദേശിക്കുന്ന അളവിൽ കൽബിലേക്ക് ചൊരിഞ്ഞു കൊടുക്കുന്ന വഹ്ബിയായ ഇൽമ്, അൽ ഇൽമുൽ ലദുന്നിയു എന്നും പറയും. ഇതൊരു ഇൽമ്. അടിസ്ഥാനപരമായി ഔലിയാക്കളുടെ ആയുധം അതാണ്. മറ്റൊന്ന് അൽ ഇൽമുൽ കസ്ബിയു, വായിച്ച് പരിശ്രമിച്ച് അധ്വാനിച്ച് നേടിയെടുക്കുന്ന ഇൽമ്. അത് വളരെ മഹത്തരമാണ്. അത് ലഭിച്ചവർ വലിയ ഭാഗ്യവാന്മാരാണ്, പരിശുദ്ധ ദീനിൻ്റെ കാവൽക്കാരാണ്. പക്ഷേ അവര് അൽ ഇൽമുൽ കസ്ബിയു 400-400 കിതാബുകൾ കണ്ട് വായിച്ച് പഠിച്ച അറിവ് കൊണ്ട് അൽ ഇൽമുൽ ലദുന്നിയു എന്ന അൽ ഇൽമുൽ വഹ്ബിയു എന്ന വഹ്ബിയായ ഇൽമ് ലഭിച്ചവരെ വിമർശിക്കരുത്, കണ്ണടച്ച് എതിർക്കരുത്. ഈ ഒരു അടിസ്ഥാനം അവർ സ്വീകരിക്കണം. അതുപോലെ ഇൽമുൽ വഹ്ബിയു, ഇൽമുൽ ലദുന്നിയു എന്ന ഇൽമ് ലഭിച്ച ഔലിയാക്കൾ, അഹ്ലുല്ലാഹി, സൂഫികൾ, അവരൊരിക്കലും തന്നെ അൽ ഇൽമുൽ കസ്ബി, പരിശ്രമത്തിലൂടെ നേടിയെടുക്കുന്ന ഇൽമിനെയും അതിൻ്റെ അഹ്ലുകാരെയും ചെറുതാക്കുകയില്ല, അവഗണിക്കുകയില്ല. എന്നാൽ ത്വരീഖത്ത് എന്ന് പറഞ്ഞ് നടക്കുന്ന ചില ആളുകളൊക്കെ ബോധമില്ലാതെ അങ്ങനെയൊക്കെ പറഞ്ഞു പോകുന്നുണ്ട്. ശരീഅത്തിന്റെ അറിവ് മാത്രമേ അവർക്കുള്ളൂ, ത്വരീഖത്തിന്റെ വിവരം ഇല്ലാത്തത് കൊണ്ടാണ്. അങ്ങനെയൊന്നും പറയരുത്. കാരണം ശരീഅത്തിന്റെ ഇൽമ് എന്നത് തന്നെ എല്ലാ ഇൽമിനെയും ഉൾക്കൊള്ളുന്നതാണ്. നമ്മുടെ ഗുരുനാഥൻ പറഞ്ഞു, അശ്ശരീഅത്തിൽ എല്ലാമുണ്ട്. ഇൽമുൽ ഹഖായിഖും ഇൽമുൽ ഇഷാറയും ഇൽമുൽ ദൗഖും ഒക്കെ ശരീഅത്തിന്റെ ഇൽമിൽ തന്നെയുണ്ട്. അത് ശുദ്ധമായ പാല് പോലെയാണ്. പാലിനകത്ത് വെണ്ണയും മോരും തൈരും എല്ലാം അതിൽ തന്നെയുണ്ട്. അത് പക്ഷേ കടഞ്ഞെടുത്ത് ഉൾക്കൊള്ളാൻ കഴിയണം. അത് ലഭിക്കുന്നതുമുണ്ട്, സ്വായത്തമാക്കുന്നതുമുണ്ട്. ഇവിടെ ലഭിക്കുന്ന ഇൽമാണ് ലദുന്നിയായ ഇൽമ്. അത് ഉള്ളവർ അള്ളാഹുവിൻ്റെ അഹ്ലുകാരായ മഹാന്മാർ കസ്ബിൻ്റെ ഇൽമിനെ, പരിശ്രമിച്ച് നേടുന്ന ഇൽമിനെ ചെറുതാക്കുകയില്ല ഒരിക്കലും. പക്ഷെ അവർക്ക് ഈ അടിസ്ഥാന ഗുണമുണ്ടാകണമെന്ന് മാത്രം. നമ്മുടെ ഗുരുനാഥൻ പറഞ്ഞു, ലാ തുഹഖിർ ആലിമൻ ഫീ സ്വദ്രിഹി ഖബസും മിനൻ നൂരിൽ മുബീൻ. അന്നൂറുൽ മുബീനിൽ നിന്ന് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി ബന്ധപ്പെട്ട ആധ്യാത്മിക ജ്ഞാന പ്രകാശത്തിൽ നിന്ന് ഒരു സ്ഫുരണമെങ്കിലും നെഞ്ചകത്ത് സൂക്ഷിക്കുന്ന ഒരു ആലിമിനെയും നീ നിസാരമായി പുച്ഛിക്കരുത്, പരിഹസിക്കരുത്. ഒരു രശ്മിയെങ്കിലും അന്നൂറുൽ മുബീൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രകാശവർഷത്തിൽ നിന്ന് ലഭിച്ച അഹ്ലുസുന്നയുടെ ഉലമാ, അവര് അദബ് സൂക്ഷിക്കുന്നവരാണ്. അപ്പോൾ അൽ ഇൽമുൽ കസ്ബിയു, പഠിച്ചെടുക്കുന്ന ഇൽമ്, അത് ഖുർആനിൽ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്, ഹദീസിൽ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. അവരാണ് ദീനിൻ്റെ കാവൽക്കാർ. പക്ഷെ അൽ ഇൽമ് എന്ന് പറയുമ്പോഴേക്ക് ഈ ഒരു വായിച്ച് പഠിച്ചെടുക്കുന്ന ഇൽമ് മാത്രമാണ് എന്ന് പറയുമ്പോഴാണ് പരിശുദ്ധ ദീനിനെ പകുതി ഭാഗം നഷ്ടപ്പെട്ടു പോകുന്നത്. അൽ ഇഹ്സാനും അൽ ഈമാനും ഒക്കെ സമാർജിക്കണമെങ്കിൽ അൽ ലദുന്നിയായ അൽ വഹ്ബിയായ ഇൽമിൻ്റെ അഹ്ലുകാരെ പ്രാപിക്കണം. ഇത് ചരിത്രത്തിലുടനീളം നടന്ന സംഘടനയാണ്. ത്വരീഖത്തിനെയും സൂഫികളെയും ഒക്കെ വിമർശിക്കുന്ന അക്ഷരവായനയുടെ ആളുകൾ, പുസ്തകത്തിൻ്റെ ആളുകൾ പണ്ടും അങ്ങനെയാണ്. പക്ഷേ ഹിദായത്തിൻ്റെ തൗഫീഖുള്ളവർ മർമ്മസ്ഥാനത്ത് എത്തിച്ചേർന്നാൽ അവർ കീഴടങ്ങും. ഞങ്ങളിതുവരെ പഠിച്ചതെല്ലാം വട്ടപൂജ്യമായിരുന്നു എന്ന് അവർക്ക് അനുഭവത്തിലൂടെ ബോധ്യപ്പെടും. അൽ ഇമാമുൽ ഗസാലിയെ, അൽ ഇമാം സുൽത്താനുൽ ഉലമ ഇസ്സുദ്ദീൻ ഇബ്നു അബ്ദുസ്സലാമിനെ, 100 കൂട്ടം പണ്ഡിതന്മാരെ നമുക്ക് ഈ ഗണത്തിൽ കാണാൻ കഴിയും. ഇൽമു ശരീഅ എന്ന് അവർ പറയുന്ന, നമ്മൾ പറയുന്ന, ബാഹ്യമായി എന്ന് പറയുന്ന, അങ്ങനെയൊന്നും പറയേണ്ട കാര്യമില്ല. അൽ ഇൽമുൽ കസ്ബിയു, പരിശ്രമിച്ച് നേടിയെടുക്കുന്ന പരിശുദ്ധ ദീനുമായി ബന്ധപ്പെട്ട ഇൽമ്, അത് ദീർഘകാലം പഠിച്ചെടുത്ത് പുസ്തകങ്ങൾ എഴുതി ഗ്രന്ഥകർത്താക്കളായി മാറിയവർ പോലും, അൽ ഇമാമുൽ ഗസാലിയെ പോലുള്ള മഹാന്മാർ,
ആത്മീയമായ ഗുരുനാഥന്മാരുടെ അൽ ഇൽമുൽ വഹ്ബി കൊണ്ട് അൽ ലദുന്നി കൊണ്ട് സമ്പന്നരായ മഹാന്മാരെ കണ്ടതിൻ്റെ ശേഷമാണ് അള്ളാഹുവിനെ കുറിച്ചുള്ള ശരിയായ ഇൽമിൻ്റെ ആദ്യ പാഠം ഞങ്ങൾക്ക് ലഭിച്ചു തുടങ്ങിയത് എന്ന് അവരുടെ ആത്മാനുഭവത്തിൽ എഴുതി വച്ചിട്ടുണ്ട്. സുൽത്താനുൽ ഉലമായി ഇസ്സുദ്ദീൻ ഇബ്നു അബ്ദുസ്സലാം റളിയല്ലാഹു അൻഹു പ്രഗൽഭമതിയായ ശാഫിഈ ഫഖീഹായിരുന്നു. അദ്ദേഹത്തിൻ്റെ ശാഫിഈ മദ്ഹബിലെ ഒരഭിപ്രായം ഖണ്ഡിതമാണ്, എല്ലാവർക്കും സ്വീകാര്യമാണ്. അദ്ദേഹമാണ് പിന്നീട് തൗഫീഖിൻ്റെ നിമിഷം അല്ലാഹു തആല തുറന്നു കൊടുത്തപ്പോൾ സയ്യിദി അബുൽ ഹസൻ ശാദുലി റളിയല്ലാഹു അൻഹുവിൻ്റെ ദർസ് കേൾക്കാൻ അവസരമുണ്ടായി. തൗഫീഖാണ്, നിയോഗമാണ്. ഇസ്സുദ്ദീൻ ഇബ്നു അബ്ദുസ്സലാം കിതാബ് ഓതി പഠിച്ച് മഹാപണ്ഡിതന്മാരെ വാർത്തെടുക്കുന്ന ഗ്രന്ഥങ്ങളുടെ മഹാഗ്രന്ഥമാണ്. അപ്പോഴാണ് അദ്ദേഹം പറഞ്ഞത്, ഈ ഇൽമ് സയ്യിദി അബുൽ ഹസൻ ഷാദുലിയിൽ നിന്ന് പ്രവഹിക്കുന്ന ഇൽമ് അൽ ഇൽമു ത്വരിയ്യു അത്താസജു മിനല്ലാഹ് ഹദീസുൽ അഹ്ദി മിനല്ലാഹ്. പല രീതിയിലും നിവേദനമുണ്ടല്ലോ. അള്ളാഹുവിൽ നിന്ന് ഫ്രഷായി നേരിട്ട് കൽബകത്തേക്ക് ലഭിക്കുന്ന ഇൽമാണ് എന്ന് പറഞ്ഞ് അബുൽ ഹസൻ ഷാദുലി റളിയല്ലാഹു അൻഹുവിൻ്റെ മുരീദായി ബൈഅത്ത് ചെയ്ത് അതേ സദസ്സിൽ തന്നെ ആത്മീയ ദിക്റിൻ്റെ അനുഭൂതിയിൽ പങ്കുചേർന്ന് ആത്മീയമായ ആറാട്ട് നടത്തി സന്തോഷത്തിൻ്റെ പൊലിവ് ഇസ്സുദ്ദീൻ ഇബ്നു അബ്ദുസ്സലാം. അപ്പം രണ്ട് ഇൽമിനെയും ആദരിക്കണം, സമന്വയിക്കണം. ഇതിന്ന് ചിലർക്കൊക്കെ നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. തങ്ങൾ പഠിക്കുന്ന പുസ്തകം നമുക്ക് കിതാബ് ഓതിത്തരുന്ന ഉസ്താദുമാർ, നമ്മൾ മുത്താലാ ചെയ്ത വലിയ വലിയ കിതാബുകൾ, അതിലപ്പുറമൊന്നും ഇൽമില്ല, അതിൻ്റെ അഹ്ലുകാരി എന്ന് പറഞ്ഞ ഒരു വിഭാഗവുമില്ല എന്നൊക്കെ ജൽപ്പിക്കുകയാണ്. പൊതുജനം അതിൽ അകപ്പെട്ടു പോയാൽ അവർക്ക് പരിശുദ്ധ ദീനിൻ്റെ അകക്കാമ്പ് നഷ്ടപ്പെടും. അതാണ് ഇന്ന് പലപ്പോഴും വ്യാപകമായി സംഭവിക്കുന്നത്. പരിശുദ്ധ ഖുർആനിലാണ് ഇതിൻ്റെ ഒക്കെ പ്രഭവം, അടിസ്ഥാനമുള്ളത്. വമൻ യുഅ്തൽ ഹിക്മത ഫഖദ് ഊതിയ ഖൈറൻ കസീറ അല്ലദീന ഊതുൽ ഇൽമ വത്തഖുല്ലാഹ വയുഅല്ലിമുകുമുല്ലാഹു വഅല്ലംനാഹു മിൻ ലദുന്നാ ഇൽമൻ. ഇതൊക്കെ വഹ്ബിയായ ലദുന്നിയായ ഇൽമ് അള്ളാഹു അവൻ്റെ ഔലിയാക്കൾക്ക്, അഹ്ലുകാർക്ക്, പ്രിയക്കാർക്ക് നൽകും എന്നതിൻ്റെ ഖുർആനികമായ പ്രമാണങ്ങളാണ്. 1, 2, 10 അല്ല. എന്നാൽ വബിമാ കുന്തും തദ്റുസൂൻ, നിങ്ങൾ വായിച്ചും പഠിച്ചും നേടിയ അറിവ്, അതിനും അതിൻ്റെതായ വിലയുണ്ട്. ഈ ഒരു ആമുഖത്തിന് ശേഷം 2 ഇൽമും ഒരാൾക്ക് ലഭിച്ചാലോ അദ്ദേഹമാണ് അൽ കാമിൽ. അള്ളാഹുവിനെ കൊണ്ടുള്ള ഇൽമ്, അള്ളാഹുവുമായി ബന്ധപ്പെട്ട ഇൽമ്, അവൻ ചൊരിഞ്ഞു കൊടുക്കുന്ന ലദുന്യ ഇൽമ്, അത് ലഭിച്ചാലോ. എന്നാൽ അവര് ആ രീതിയിൽ ഇൽമ് ലഭിച്ചവർ പരിശ്രമിച്ച് ഇൽമ് നേടിയവരെയും ആ ഇൽമിനെയും ഒരിക്കലും നിസാരപ്പെടുത്തുകയില്ല. വീണ്ടും ഈ തത്വം മറക്കരുത്. ഇനി നമുക്ക് അൽ ഇമാം ജലാലുദ്ദീൻ സുയൂത്തി റളിയല്ലാഹു അൻഹുവിൻ്റെ തഅയീദുൽ ഹഖീഖ അൽ അലിയ്യ വതശ്യീദു ത്വരീഖ ശാദുലിയ്യ എന്ന കിതാബിൽ 8ാമത്തെ പേജിൽ മഹാനവറുകൾ ആദ്യം അദ്ദേഹം പറയുന്നത് വ ഔറദൽ ഖുതുബു അയ്ളൻ ഖൗല ഈസ അലൈഹിസ്സലാം. സയ്യിദുന ഈസ അലൈഹിസ്സലാമിൻ്റെ വിശ്രുതമായ ഒരു വചനമുണ്ട്, അത് ഉദ്ധരിക്കുകയാണ്. അതിങ്ങനെയാണ്, പഠിക്കണം. അൽ ഉലമാഉ സലാസ, 3 തരം പണ്ഡിതന്മാരുണ്ട്. അൽ ഉലമാഉ സലാസ. 1ാമത്തെ വിഭാഗം ആലിമും ബില്ലാഹി വബി അംരില്ലാഹി, അള്ളാഹുവിനെ കൊണ്ടുള്ള ഇൽമ് നല്ല പോലെയുണ്ട്. അള്ളാഹുവിൻ്റെ അമ്ര്, അഹ്കാമുകൾ, ശരീഅത്തിൻ്റെ ഇൽമ് എന്നർത്ഥം, അല്ലെങ്കിൽ ബാഹ്യമായി ലഭിക്കാവുന്ന ഇൽമ് എന്നർത്ഥം. ഇത് രണ്ടും ലഭിച്ചവർ അൽ ഇൽമു ബില്ലാഹി വബി അംരില്ലാഹി,
അതായത് വഹ്ബിയുമുണ്ട് കസ്ബിയുമുണ്ട് എന്നർത്ഥം. മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ അൽ ഇൽമു ബില്ലാഹി ലഭിക്കുന്നത് പുസ്തകത്തിലൂടെയല്ല, അത് ഈമാനികമായ ഉണർവാണ്. അത് അള്ളാഹുവിൻ്റെ സമ്മാനമായി ലഭിക്കണം. അതിന് കാരണമായി വർത്തിക്കാൻ ചില മഹാന്മാർ അൽ ഹിദായത്ത് ലഭിക്കുകയും ഹാദിയായി തീരുകയും വലിയൻ മുർഷിദൻ എന്ന ഗണത്തിലേക്ക് ഉയരുകയും ചെയ്ത മഹാന്മാർ, അവര് പകർന്നു കൊടുക്കലാണ് സുഹബത്ത് കൊണ്ട്, തെർബിയത്ത് കൊണ്ട്. അവരുടെ ഒരു നല്ല നോട്ടം ലഭിച്ചാൽ തന്നെ അൽ ഇൽമു ബില്ലാഹി ആവോളം ലഭിക്കും. അതിനു മുൻപ് സംവാദങ്ങൾ നടത്തി അള്ളാഹുവിൻ്റെ ആസ്തിക്യത്തെ സ്ഥാപിച്ച് അള്ളാഹുവിൻ്റെ വുജൂദിനെ തെളിയിക്കുന്ന കുറെ കിതാബുകൾ എഴുതി അതിനുവേണ്ടി ഓടി നടന്ന് എത്രയോ ബഹളം വെച്ച ഒരു പണ്ഡിതനാണെങ്കിൽ പോലും അള്ളാഹു എന്ന പരമസത്യ പൊരുളുമായി ബന്ധപ്പെട്ട അൽ ഇൽമു ബില്ലാഹി ഖൽബിൽ തെളിഞ്ഞു കിട്ടിക്കൊള്ളണമെന്നില്ല. അത് ലഭിക്കൽ എപ്പോഴാണ്? കത്തുന്ന വിളക്കിൽ നിന്നാണ് കത്താത്ത മറ്റ് വിളക്കുകൾ കത്തിച്ചെടുക്കുക. ദഖൽതു ഖുലൂബൻ ലം തറല്ലാഹ ഖാലിഖൻ ഫസാറത് ബിഫദ്ലില്ലാഹി മിൻ അഹ്ലി വഹ്ദതി എന്നൊക്കെ ആധ്യാത്മ ഗുരുനാഥന്മാർ പറഞ്ഞിട്ടുണ്ട്. അവർ കൽബുകളിലേക്ക് പ്രവേശിച്ച് ആ കൽബുകളെ തസ്കിയത്ത് ചെയ്ത് തെർബിയത്ത് ചെയ്ത് ഏറ്റെടുത്താൽ അള്ളാഹുവിനെ കൽബ് കൊണ്ട് ഒരിക്കൽ പോലും അറിഞ്ഞിട്ടില്ലാത്ത കണ്ടിട്ടില്ലാത്ത ആളുകൾ തൗഹീദിന്റെ അഹ്ലുകാരായി മാറും. അല്ലാഹുമ്മ ആമീൻ. അപ്പോ ജലാലുദ്ദീൻ സുയൂത്തി റളിയല്ലാഹു അൻഹു പറയുന്ന ഈ കൊട്ടേഷൻ, ഈ ഉദ്ധരണി, 3 തരം ഉലമാക്കൾ, ആലിമും ബില്ലാഹി വബി അംരില്ലാഹി, 2 ഇൽമും ഒരുമിച്ച് കൂട്ടിയവർ. മറ്റൊരു കൂട്ടർ വ ആലിമും ബില്ലാഹി ലൈസ ബി ആലിമിൻ ബി അംരില്ലാഹി, അള്ളാഹുവിനെ കുറിച്ചുള്ള ഇൽമുണ്ട്, അള്ളാഹുവിനെ കൊണ്ടുള്ള ഇൽമുണ്ട്, അത് ആത്മീയമായ വഴിയിൽ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുമുണ്ട്. പക്ഷേ അദ്ദേഹം ലൈസ ബി ആലിമിൻ ബി അംരില്ലാഹി, അഹ്കാമുകളെ കുറിച്ച്, അമ്രുല്ലാഹിയെ കുറിച്ച് അഥവാ പഠിച്ചെടുക്കുന്ന ഇൽമിൽ നിപുണന്മാരല്ല. അവരേറെയൊന്നും കിതാബ് ഓതിയവരോ പഠിച്ചവരോ ആയിരിക്കില്ല. അങ്ങനത്തെ ഇൽമുണ്ട്, ആലിമുണ്ട്. രണ്ടും നമുക്ക് കാണാം. മൂന്നാമത്തതൊരു കൂട്ടരുണ്ട്. അവരാരാണ്? ആലിമും ബി അംരില്ലാഹി ലൈസ ബി ആലിമിൻ ബില്ലാഹി, വിധിവിലക്കുകളെ കുറിച്ചുള്ള, അമ്രുല്ലാഹിയെ കുറിച്ചുള്ള നല്ല ഇൽമുണ്ട്, കിതാബ് ഓതി പഠിച്ചിട്ടുണ്ട്, ബിരുദധാരികളാണ്, വലിയ ഉസ്താദുമാരാണ്. പക്ഷേ ലൈസ ബി ആലിമിൻ ബില്ലാഹി, അള്ളാഹുവിനെ കൊണ്ട് ഇൽമില്ല. അൽ ഉലമാ എന്ന് പറയുന്ന വിഭാഗത്തിൽ അകപ്പെടണമെങ്കിൽ അൽ ഉലമാ ബില്ലാഹിയാണത്. ആ വഴിക്ക് വന്നിട്ടല്ല. ഈ 3 വിഭാഗത്തെക്കുറിച്ച് ആദ്യം ജലാലുദ്ദീൻ സുയൂത്തി റളിയല്ലാഹു അൻഹു പറഞ്ഞ ശേഷം പറയാണ്. എന്നാൽ അവരാരൊക്കെയാണ്? ഒന്നുകൂടി ഈ കാലഘട്ടത്തിൽ വായിക്കുകയും പഠിക്കുകയൊക്കെ ചെയ്യുന്ന ഉസ്താദുമാരൊക്കെ അറിയണം. നമ്മളൊക്കെ തൗഫീഖ് കൊണ്ട് ഈ ഒരു 2 ഇൽമിൻ്റെയും മധുരം അറിയാനും പഠിക്കാനും അവസരം കിട്ടി, തൗഫീഖ് കൊണ്ട്. അപ്പോഴിതൊക്കെ ബോധമായി. ജലാലുദ്ദീൻ സുയൂത്തി തങ്ങളൊക്കെ അങ്ങനെയാണ്, എല്ലാവരും അങ്ങനെയാണ്. കഴിഞ്ഞുപോയ അഹ്ലു സുന്നയുടെ പ്രഗൽഭമതികൾ എല്ലാവരും അങ്ങനെയാണ്. അൽ ഇമാമു സുഫിയാനു സൗരി റളിയല്ലാഹു അൻഹുവിനെ ഉദ്ധരിക്കുന്നു ജലാലുദ്ദീൻ സുയൂത്തി. ആരാണ് സുഫിയാനു സൗരി റളിയല്ലാഹു അൻഹു? ആദ്യകാല പൂർവ്വ ഉലമായിലെ ഇമാമാണ്, ക്യാപ്റ്റനാണ്. അൽ ഇമാമു സുഫിയാനു സൗരി റളിയല്ലാഹു അൻഹു പറയുകയാണ്, നേരത്തെ പറഞ്ഞതിന്റെ വിശദീകരണം. അൽ ഉലമാഉ സലാസത്തുൻ, ഉലമാക്കൾ 3 വിഭാഗമാണ്. ഒന്ന് ആലിമും ബില്ലാഹി, അള്ളാഹുവിനെ കൊണ്ടുള്ള ഇൽമുണ്ട്. അൽ ആരിഫു ബില്ലാഹി, അൽ ആലിമു ബില്ലാഹി, അള്ളാഹുവിനെ കൊണ്ടുള്ള ഇൽമുണ്ട്. തിരിച്ചറിവ് കൽബകത്ത് ഉദിച്ചിരിക്കുന്നു. യഖ്ഷല്ലാഹ്, അള്ളാഹുവിനെ അവര് പേടിക്കും, ഭയപ്പെടും. അവരാണ് ഇന്നമാ യഖ്ഷല്ലാഹ മിൻ ഇബാദിഹി അൽ ഉലമാ എന്ന് ഖുർആനിൽ പറഞ്ഞത്. പക്ഷെ അവരാരാണ്? ലൈസ ബി ആലിമിൻ ബി അംരില്ലാഹി, വിധിവിലക്കുകൾ എന്ന ഹക്കാമുകളുടെ ഇൽമ് പഠിച്ചിട്ടില്ല, ആലിമല്ല. കുറെ അധികം പഠിച്ചു ഓതി അങ്ങനെയൊന്നുമില്ല. പക്ഷെ അൽ ഇൽമ് ബില്ലാഹി ലഭിച്ചിട്ടുണ്ട്. ബി അംരില്ലാഹി അവർക്കില്ല, അറിവില്ല. പക്ഷെ അവരാരാണ്? യഖ്ഷല്ലാഹ്, അള്ളാഹുവിനെ
ഭയപ്പാടോടുകൂടി കൊണ്ടു നടക്കും. ഇതാണ് ഒന്നാമത്തെ വിഭാഗം. ഒന്നുകൂടി പറയാം. മശായിഖന്മാർ മുഖേനയോ വഹ്ബിയായോ ലദുന്നിയായോ ബന്ധം സ്ഥാപിച്ചപ്പോൾ അവർക്ക് ലഭിച്ച അള്ളാഹുവിനെ കൊണ്ടുള്ള ഇൽമ് നല്ലപോലെ അറിയാം. സാധാരണക്കാരനാണ്, കാഴ്ചയിൽ ഡോക്ടറാണ്, എഞ്ചിനീയറാണ്, കർഷകനാണ്. പക്ഷെ അള്ളാഹുവുമായി ബന്ധപ്പെട്ട ജ്ഞാനോദയം കൽബിലുണ്ട്. അവർ വലിയ കിതാബോധി പഠിച്ച ഇൽമൊന്നും അവർക്കില്ല. അവർ ഒന്നാമത്തെ വിഭാഗമായി സുഫിയാനു സൗരി പറയുന്നു, യഖ്ഷല്ലാഹ്, അള്ളാഹുവിനെ ഭയപ്പെടുന്ന, ഇന്നമാ യഖ്ഷല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമാ എന്ന് ഖുർആൻ പ്രോത്സാഹിപ്പിച്ച ആ മഹാന്മാർ. രണ്ടാമത്തെ ഒരു വിഭാഗമുണ്ട്. ഇതൊന്നും ഇന്ന് നമ്മൾ ആരെങ്കിലും പറയുകയല്ല. ജലാലുദ്ദീൻ സുയൂത്തി തങ്ങൾ ഉദ്ധരിക്കുന്നു, അൽ ഇമാമു സുഫിയാനു സൗരി. ഇതിൽ താൻ എവിടെ നിൽക്കുന്നു എന്ന് ഓരോ ബിരുദധാരിയും പണ്ഡിതനും ചിന്തിക്കണം. അപ്പം ആദ്യം പറഞ്ഞ വിഭാഗത്തിലാണോ? അള്ളാഹുവിനെ ഭയപ്പെടുമാറ് അള്ളാഹുവിനെ കൊണ്ടുള്ള ഇൽമുണ്ട്, അൽഹംദുലില്ലാ. എന്ന വാഹിറായ ബാഹ്യമായ അക്ഷര ഇൽമുകൾ കുറവുമാണ്. അതിലുള്ളവരുണ്ടല്ലോ കുറേ ആളുകൾ. രണ്ടാമത്തെ ടീം ആലിമും ബില്ലാഹി, ആലിമും ബി അംരില്ലാഹി. അൽഹംദുലില്ലാ, അള്ളാഹുവിനെ കൊണ്ടുള്ള ഇൽമു ലഭിച്ചിട്ടുണ്ട്. വഹ്ബിയായും ലദുന്നിയായും ലഭിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അതുള്ള മഹാത്മാക്കളുമായുള്ള സുഹബത്ത് കൊണ്ട് തെർബിയത്ത് കൊണ്ട് ലഭിച്ചിട്ടുണ്ട്. അവർ തന്നെ ആരാണ്? ആലിമും ബി അംരില്ലാഹിയാണ്. ശരീഅത്ത്, ത്വരീഖത്ത്, അക്ഷരങ്ങളിലൂടെ കിതാബുകളിലൂടെ ബാഹ്യമായ വാഹിറായ ഇൽമുകളും എമ്പാടും ലഭിച്ചിട്ടുണ്ട്. അൽ ഇൽമു ബിൽ അഹ്കാം. ഇത് രണ്ടും ലഭിച്ച ആളുകൾ അൽ ഇമാം സുഫിയാനു സൗരി പറയുന്നു, ഫദാലിക്കൽ ആലിമുൽ കാമിലു, കാമിലായ ആലിമ്, സമ്പൂർണനായ പണ്ഡിതൻ എന്ന് അവരെ കുറിച്ചാണ് പറയേണ്ടത്. നമ്മുടെ നാട്ടിലൊക്കെയുള്ള എത്രയോ മഹാന്മാരില്ലേ, രണ്ടും സമാർജിച്ചവരായിരുന്നു. വിളിയങ്കോട് ഉമറുൽ ഖാദി റളിയല്ലാഹു അൻഹു, ആദ്യം അദ്ദേഹം അൽ ആലിമു ബി അംരില്ലാഹി ആയിരുന്നു. ഫിഖ്ഹ് പഠിച്ച് എമ്പാടും അറിവുകൾ പഠിച്ച് പല കിതാബുകൾ എഴുതി. പിന്നെയാണ് ഖുതുബുസ്സമാൻ മമ്പുറം സയ്യിദ് അലവി മൗലദവീല റളിയല്ലാഹു അൻഹുവിനെ ഷെയ്ഖായി സ്വീകരിച്ച് കൊണ്ടു നടക്കുന്നത്. അപ്പോഴെന്തായി? അൽ ആലിമു ബില്ലാഹിയുമായി അൽ ആലിമു ബി അംരില്ലാഹിയുമായി. ഇത് രണ്ടും കൂടി സമ്മേളിച്ചപ്പോൾ ഉമറുൽ ഖാദി റളിയല്ലാഹു അൻഹു ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറഞ്ഞു, പാടി. അത് കൽബിൽ തട്ടുന്ന വരികളായി മാറി. മഹാനായ ശംസുൽ ഉലമ, നാം കേട്ടെടുത്തോളം ശരീഅത്തിന്റെ ഇൽമിലെ ചക്രവർത്തിയായിരുന്നു കേരളത്തിൽ ശംസുൽ ഉലമ റളിയല്ലാഹു അൻഹു. അവർ പക്ഷേ 24 മണിക്കൂറും തൻ്റെ ഷെയ്ഖിനെ പുലർന്നു, പകർന്നു, ദിക്റുല്ലാഹിയിൽ ലയിച്ചു. തെർബിയത്തിൻ്റെ ഷെയ്ഖില്ലാതെ ഒരു പണ്ഡിതനും പരിശുദ്ധ ദീനിൽ രക്ഷപ്പെടാൻ കഴിയില്ലെന്ന് ശംസുൽ ഉലമാ പറഞ്ഞ വാക്ക് ഇന്നും നമുക്ക് കേൾക്കാൻ കഴിയുന്നുണ്ട്. രണ്ടും മേളിച്ചു. എത്രയോ ആളുകളുണ്ട്. 10-25 വർഷം മുൻപ് വിയോഗമടഞ്ഞ നമ്മുടെ കേരളീയ ഉലമായിലെ 90% രണ്ടും കൂടെ സമ്മേളിച്ചവരായിരുന്നു. അൽ ആലിമു ബില്ലാഹി ആയിരുന്നു, അൽ ആലിമു ബി അംരില്ലാഹി ആയിരുന്നു. രണ്ടുമുള്ളവരാണ് അൽ ഇമാമു സുഫിയാനു സൗരി റളിയല്ലാഹു അൻഹുവിന്റെ ഉദ്ധരണി. അൽ ഇമാമു സുയൂത്തി പറയുന്നു, ഫദാലിക്കൽ ആലിമുൽ കാമിലു, കാമിലായ ആലിമ്. അല്ലാഹുമ്മ ആമീൻ. എന്ന മൂന്നാമത്തെ ഒരു വിഭാഗമുണ്ട്. ആരും ആരോടും പുച്ഛഭാവത്തിൽ ഇത് കേൾക്കരുത്. ഇതൊക്കെ അഹ്ലുസുന്നയുടെ ഉലമാ പഠിപ്പിച്ച ഇൽമാണ്, അവരെഴുതി വെച്ച ഇൽമാണ്. മൂന്നാമത്തെ വിഭാഗം ആരാ? വആലിമും ബി അംരില്ലാഹി ലൈസ ബി ആലിമിൻ ബില്ലാഹി. വിധിവിലക്കുകളെ കുറിച്ചുള്ള ഇൽമ് എമ്പാടുമുണ്ട്. അംറുല്ലാഹി കിതാബ് ഉദ്ധരിച്ച് പറയാൻ ആയത്തും ഹദീസും ഇമാമുകളുടെ ഇബാറാത്തുകളും ഒക്കെ പരത്തി പറയാൻ കഴിയും. അംറുല്ലാഹി കൊണ്ടറിയും. പക്ഷേ ലൈസ ബി ആലിമിൻ ബില്ലാഹി, അള്ളാഹുവിനെ കൊണ്ടുള്ള ആലിമായിട്ടില്ല. അത് കൽബിൽ തട്ടി കൽബിൽ നിന്ന് വരുന്നില്ല. വരാത്തതിൻ്റെ കാരണം അതിന് പറ്റുന്ന കേന്ദ്രങ്ങളെ നിഷേധഭാവത്തിൽ ആദ്യം തന്നെ കൊട്ടിയടച്ചു മാറ്റിവെച്ചു. ഇമാം സുഫിയാനു സൗരി പറയുന്നു, ലാ യഖ്ഷല്ലാഹ്, അത്തരക്കാരിൽ നിന്ന്
ഖശിയത്ത്, അള്ളാഹുവിനെ കുറിച്ചുള്ള ഭയപ്പാട് പ്രതീക്ഷിക്കണ്ട, ഉണ്ടാവില്ല. ഫദാലിക്കൽ ആലിമുൽ ഫാജിറു, തെമ്മാടിയായ പണ്ഡിതൻ. അൽ ആലിമുൽ ഫാജിർ, അതായത് അൽ ഇൽമു ബില്ലാഹി ഇല്ലെന്ന് മാത്രമല്ല, അത്തരം ഒരു ലോകത്തെക്കുറിച്ചുള്ള ആലോചനയുമില്ല. അതുമായി നടക്കുന്ന ആളുകളോട് പുച്ഛവും പരിഹാസവും വിമർശനവും. എന്നാലോ അഹ്കാമുകൾ പറയുന്നത് കേട്ടാൽ നീട്ടി വലിച്ചൊപ്പിച്ച് പ്രാസത്തിൽ കിതാബ്, ആ കിതാബ്, ഈ കിതാബ് എമ്പാടും പറയാൻ കഴിയും. അൽ ആലിമു ബില്ലാഹി എന്ന അടയാളം അദ്ദേഹത്തിൽ ഇല്ലെങ്കിൽ നമ്മളല്ല പറയുന്നത്, അവരാണ് അൽ ആലിമുൽ ഫാജിറു, ഫാജിറായ തമ്മാടിയായ ആലിമ്. അൽ ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു മറ്റൊന്ന് പറഞ്ഞു, അൻ ഹുദൈഫ റളിയല്ലാഹു അൻഹു മർഫൂഅൻ, റസൂലുള്ളാഹിയിൽ നിന്ന് സയ്യിദന ഹുദൈഫ ഉദ്ധരിക്കുന്നു, സയ്യിദന ജിബ്രീലിനോട് ഞാൻ ചോദിച്ചു, അൻ ഇൽമിൽ ബാത്വിനി, ബാത്വിനിയായ ഇൽമ്. അവിടെ ഗുപ്തമായ അറിവ് എന്നൊന്നും അർത്ഥം വെക്കേണ്ടതില്ല. ബാഹ്യമായി അക്ഷരങ്ങളിൽ നിന്ന് ലഭിക്കുന്ന ഇൽമല്ല, ആന്തരികമായ വിജ്ഞാനം. അല്ലാതെ ബാത്വിനിയായ ഇൽമ് എന്നൊന്നും പറയേണ്ടതില്ല. ആ ഒരു പ്രയോഗം സൂഫി കിതാബിലൊക്കെ കാണുന്നുണ്ട്. ആ നിലക്ക് നമുക്കത് ഉദ്ധരിക്കുകയും ചെയ്യാം. ഇൽമുൽ ലാഹിർ വ ഇൽമുൽ ബാത്വിന്. കുറച്ചുകൂടെ പറയാൻ ഭംഗി നമ്മുടെ ഗുരുനാഥനൊക്കെ പറഞ്ഞത് അൽ ഇൽമുൽ ലാഹിർ എന്ന അൽ കിതാബ് വ സുന്നയിലുള്ള ഇൽമ് തന്നെയാണ്. പക്ഷേ നേരത്തെ പറഞ്ഞ ഉദാഹരണത്തിലെ പാല് പോലെ അതിൽ നിന്നുള്ളതെല്ലാം അകക്കാമ്പുകളെ പകർന്ന് നുകർന്ന് എടുക്കാനുള്ള കഴിവുണ്ടായാൽ എല്ലാം ലഭിക്കും. ഭാഷാപരമായ ഇൽമ് അൽ കിതാബ് വ സുന്നത്തിനെ അറബി ഭാഷയുടെ സാമർഥ്യം കൊണ്ട് പരിഭാഷപ്പെടുത്തുന്നവർ മുസ്ലിങ്ങളും അമുസ്ലിങ്ങളും ഒക്കെ ഉണ്ട്. ഓറിയന്റലിസ്റ്റ് പണ്ഡിതന്മാരൊക്കെ എത്രമാത്രം ഭാഷ പഠിച്ച് ഇസ്ലാമിക കിതാബുകളെ പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട്, ഇംഗ്ലീഷിലേക്കും മലയാളത്തിലേക്കും ഒക്കെ. പരിശുദ്ധ ഖുർആന് പോലും മലയാളത്തിൽ പരിഭാഷയില്ലേ, അമുസ്ലിങ്ങൾ എഴുതിയ അൽ ഇൽമുൽ ലുഗവിയ്യു. എന്നാൽ ഇനി അങ്ങോട്ട് ഉയരുന്തോറും നല്ല ബുദ്ധിയുള്ള ഭാഷാ പാണ്ഡിത്യവുമുള്ളവർ അവർ പറയുമ്പോൾ കുറച്ചുകൂടി ഉയർന്ന അറിവായിരിക്കും. എന്നാൽ പിന്നീടാണ് അൽ ഇൽമുൽ ദൗഖി, അൽ ഇൽമുൽ ഇഷാരി, അങ്ങനെ എന്തെല്ലാം ഇൽമുണ്ട്, അൽ ഇൽമുൽ വഹ്ബി. അതൊക്കെ ലഭിക്കുമ്പോഴാണ് പരിശുദ്ധ ഖുർആൻ സുന്നത്തിന്റെ പ്രമാണ വായനയിൽ അന്തർലീനമായ അകത്ത വിജ്ഞാനങ്ങളുടെ മുത്തുകൾ പുറത്തേക്ക് വരിക. അതുള്ള ആളുകൾ സംസാരിക്കുന്നത് കേൾക്കുമ്പോഴേക്ക് നിഷ്പക്ഷമായിരുന്നാൽ തൗഫീഖ് കൊണ്ട് കീഴടങ്ങിപ്പോകും. ഒരമണിക്കൂർ അത്തരം മഹാത്മാക്കളുടെ സംസാരം കേട്ടാൽ ഇത് കേവല പുസ്തകങ്ങളിൽ നിന്നുള്ള ഇൽമല്ല എന്നും വഅല്ലംനാഹു മിൻ ലദുന്നാ ഇൽമൻ എന്ന് അല്ലാഹു പറഞ്ഞ മിൻ ഇബാദിന, ഒരടിമ മാത്രമല്ലല്ലോ ഉള്ളത്. ഖുർആൻ പറഞ്ഞത് തന്നെ അബ്ദം മിൻ ഇബാദിന, ലദുന്നിയായ ഇൽമ് നാം നേരിട്ട് പഠിപ്പിച്ചു കൊടുത്ത നമ്മുടെ പ്രിയപ്പെട്ട ദാസന്മാരെമ്പാടുമുണ്ട്. അവരിൽപ്പെട്ട ഒരു അബ്ദായിരുന്നു സയ്യിദുനൽ ഖളിർ അലൈഹിസ്സലാം. അതിങ്ങ് ബോധ്യപ്പെടും. ഇസുദ്ദീൻ ബിൻ അബ്ദുസ്സലാം തങ്ങൾക്ക് അബുൽ ഹസനി ഷാദുലിയെ ബോധ്യപ്പെട്ടതുപോലെ തിരുനബി ചരിത്രവും പഠനവും പുസ്തക പാരായണവും ഒക്കെ മികച്ച് കുറേ കാലം ചെലവഴിച്ചു. എന്നാൽ അൽ ഇൽമു ബില്ലാഹി പറയുന്ന ആളുകൾ അതങ്ങ് പറയുമ്പോഴേക്ക് അൽ ഇൽമുൽ ഇഷാരി, അൽ ഇൽമുൽ ദൗഖി, അൽ ഇൽമുൽ വഹ്ബി, അതാണ് അവിടെ നിന്ന് പ്രവഹിക്കുന്നത് എന്ന് മനസ്സിലാകും. അപ്പൊ ലാഹിറായ ഇൽമ്, ബാത്തിനിയായ ഇൽമ് എന്ന് പറയുന്നതിനേക്കാളും ഭംഗി അൽ ഇൽമുർ റാഖി, അൽ ഇൽമുൽ അർഖ, ഇങ്ങനെയൊക്കെയാണ് ചില മഹാന്മാർ പറയുന്നത്. ഇവിടെ സുയൂത്തി ഇമാമ് പറയുന്നത് ജിബ്രീൽ അലൈഹിസ്സലാമിനോട് ഞാൻ ചോദിച്ചു, റസൂലുള്ളാഹി, മർഫൂആയ ഹദീസാണ്, ആന്തരികമായ ഇൽമ് മാഹുവ, അതേതാ? അപ്പോഴ് മറുപടി സയ്യിദുനാ ജിബ്രീൽ, ഹുവ സിർറും ബൈനി വബൈന അഹിബ്ബായി, അല്ലാഹു പറഞ്ഞിട്ടുണ്ട്, എൻ്റെ പ്രേമമിത്രങ്ങൾക്കിടയിൽ ഞാൻ സമർപ്പിക്കുന്ന സിറാണ്, പൊരുളാണ്. ഔദഅ്തുഹു ഫീ ഖുലൂബിഹിം, അവരുടെ കൽബകങ്ങളിലേക്ക് നാം പകർന്നു നൽകിയ ഇൽമാണ്. അതെന്നെ വത്തഖുല്ലാഹ
വയുഅല്ലിമുക്കുമുല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിന് ശരിയാം വിധം തഖ്വ പുലർത്തിയാൽ വയുഅല്ലിമുക്കുമുല്ലാഹ്, അള്ളാഹു നിങ്ങളെ പഠിപ്പിക്കും. കിതാബ് പഠിപ്പിക്കും, മുഅല്ലിമീങ്ങൾ പഠിപ്പിക്കും, അധ്യാപകർ പഠിപ്പിക്കുന്നല്ല. വയുഅല്ലിമുക്കുമുല്ലാഹു, അള്ളാഹു നിങ്ങളെ പഠിപ്പിക്കും. ആ ഇൽമ് അള്ളാഹു അവൻ്റെ അഹ്ബാബുകളുടെ ഖൽബിലേക്ക് പകർന്നു കൊടുക്കുന്ന ഇൽമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സയ്യിദുന ജിബ്രീലിൽ നിന്ന് പഠിപ്പിക്കുന്ന ഒരു അസർ അൽ ഇമാമു സുയൂത്തി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുകയാണ്. ഇത് പറഞ്ഞപ്പോൾ അടുത്ത പേജിൽ ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നു, സ്വീകാര്യമായ പ്രസിദ്ധമായ ഹദീസാണ്. റസൂലുള്ളാഹി പറഞ്ഞു, ലികുല്ലി ആയത്തിൻ വഹ്റുൻ വബത്നുൻ, എല്ലാ വചനത്തിനും പരിശുദ്ധ ഖുർആനിലെ എല്ലാ ആയത്തുകൾക്കും വഹ്റുൻ വബത്നുൻ, ബാഹ്യമായ ഒരു വശം, ആന്തരികമായ ഒരു വശം. ഈ പ്രയോഗം ഹദീസിലുള്ളതാ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാ. അതുകൊണ്ടായിരിക്കും അൽ ഇൽമുൽ ബാത്തിൻ എന്ന് ഹഖായിഖിന്റെ അഹ്ലുകാർ ആ ഇൽമിനെ കുറിച്ച് പറയുന്നത്. ഖുർആനിലെ ഇൽമ് ലികുല്ലി ആയത്തിൻ, എല്ലാ ആയത്തുകൾക്കും വഹ്റുണ്ട്, അതായത് പുറം വശം, വബത്നുൻ, ആന്തരിക വശം. ഇനി വേറെ ചില റിവായത്തിലൊക്കെ വലി ബത്നിഹാ ബത്നുൻ ഇലാ സബ്അത്തി അബ്തുൻ ഇലാ തിസ്അത്തി അബ്തുൻ എന്നൊക്കെ റിവായത്തുണ്ട്. ആന്തരികതയുടെ ആഴങ്ങൾ, ആഴങ്ങളുടെ ആഴങ്ങൾ, അതിൻ്റെയും ഗുപ്തമായ ലോകങ്ങൾ ഇരിക്കട്ടെ. ഇമാം സുയൂത്തി തങ്ങളുടെ കിതാബിനെ അവലംബിച്ചുകൊണ്ട് നമുക്ക് പറയാം, ഈ ഹദീസിന്റെ അർത്ഥം എന്താണ്? ലികുല്ലി ആയത്തിൻ വഹ്റുൻ വബത്നുൻ, ഇത് സുപ്രസിദ്ധാണ്, എല്ലാ പണ്ഡിതന്മാരും സ്വീകാര്യമാണെന്ന് പറഞ്ഞ ഹദീസുമാണ്. വഹദ്ദുൻ വമത്ലഉൻ, അങ്ങോട്ടൊക്കെ ഉണ്ട് ഈ ഹദീസിന്റെ നിവേദനങ്ങൾ. ഖാല ഇബ്നുൻ നഖീബ്, സുയൂത്തി ഇമാം ഉദ്ധരിക്കുകയാണ്, ഇബ്നുൻ നഖീബ് തന്റെ തഫ്സീറിൽ പറഞ്ഞു, ലഹ്റുൽ ആയ, പരിശുദ്ധ ഖുർആനിക വചനത്തിന്റെ ലഹ്ർ, അതിന്റെ പുറംഭാഗം, മാ ലഹറ മിൻ മആനിഹാ ലി അഹ്ലിൽ ഇൽമി ബിൽവാഹിർ, വാഹിറായി ബാഹ്യമായി ആ ആയത്തിങ്ങട്ട് ഓതുമ്പോൾ പുറത്തേക്ക് വരുന്ന ബാഹ്യമായി മനസ്സിലാക്കാവുന്ന ഇൽമ്, അതിൻ്റെ ആശയങ്ങൾ, അതിൻ്റെ അർത്ഥങ്ങൾ, ഇത് വെച്ചുകൊണ്ടാണ് പൊതുവിൽ സാധാരണ പണ്ഡിതന്മാർ സംസാരിക്കുക. അവർക്ക് അതേ പറയാൻ കഴിയൂ. എന്നാൽ വബത്നുഹാ ലികുല്ലി ആയത്തിൻ വഹ്റുൻ വബത്നുൻ എന്ന് പറഞ്ഞെടുത്ത് ബത്ന് ഏതാണ്? അതിൻ്റെ ആന്തരികത, മാ തവമ്മനതുഹു മിനൽ അസ്റാർ അല്ലത്തി അത്ലഅ അല്ലാഹു അലൈഹാ അർബാബൽ ഹഖായിഖ്, ഹഖായിഖിന്റെ തമ്പുരാക്കന്മാരായ അള്ളാഹുവിൻ്റെ അഹ്ലുകാരായ മഹാന്മാർക്ക് അള്ളാഹു വെളിപ്പെടുത്തി കൊടുക്കുന്ന അസ്റാറുകളായ പൊരുളുകളുടെ ഇൽമാണ്. ഇത് ഖുർആനിന് ഇങ്ങനെ ഒരു രണ്ട് മുഖമുണ്ട് എന്ന് ആദരവായ അഷ്റഫുൽ ഖൽഖി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് രണ്ടും നേടിയെടുക്കാനുള്ള ശ്രമം വേണം, അത് രണ്ടും പകർന്ന് പഠിക്കാനുള്ള ബോധം വേണം, അത് അംഗീകരിക്കാനുള്ള ഒരു സന്മനസ്സും വേണം. നമുക്ക് നിർത്താം. അൽ ഇമാമു ജലാലുദ്ദീൻ സുയൂത്തി റളിയല്ലാഹു അൻഹു, കേരളത്തിലെ അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാർക്കൊക്കെ ചെറുപ്പം മുതൽ തന്നെ ആധികാരികമായ അവലംബാണ് അൽ ഇമാമു സുയൂത്തി. തഫ്സീറുൽ ജലാലൈനി അതിൻ്റെ പകുതി ഭാഗം ജലാലുദ്ദീൻ സുയൂത്തിയുടേതാണ്. ത്വരീഖത്ത് സംബന്ധമായി സംസാരിക്കുന്ന ചില പണ്ഡിതന്മാർ ഈ കിതാബിനെ അവലംബിച്ച് പ്രസംഗിക്കുന്നുണ്ട്. എങ്കിൽ ഇമാം സുയൂത്തി തൻ്റെ തഈദുൽ ഹഖീഖയിൽ 14-ാമത്തെ പേജിൽ പറയാണ്, ഇതും കൂടെ പറഞ്ഞ്, ഇതൊക്കെ വളരെ ശ്രദ്ധേയമായ അറിവാണ്, നിഷ്പക്ഷമായി പഠിക്കുക. റബ്ബി സിദ്നി ഇൽമൻ, ഇൽമൻ, രണ്ട് ഇൽമും വേണം, അള്ളാഹു വർദ്ധിപ്പിച്ചു തരട്ടെ നമുക്ക്. യഹ്യ ഇബ്നു അമ്മാറുനി തൈമി അസ്സിജിസ്താനി റളിയല്ലാഹു അൻഹുവിനെ കോട്ട് ചെയ്യുന്നു, ഉദ്ധരിക്കുന്നു. അൽ ഉലൂമു ഖംസ, ഇവിടെ മറ്റൊരു രീതിയാണ്, എന്നാൽ ഇത് അദ്ദേഹം 7 ഇനമായി തിരിക്കുന്നുണ്ട്. ആദ്യം 5 പറഞ്ഞു, പിന്നെ 2 കൂടെ ചേർത്തു. ഏതാണത്? ഇന്ന് അതങ്ങ് കേട്ട് കഴിഞ്ഞാൽ ഞാൻ എവിടെ നിൽക്കുന്നു, എന്നെ പഠിപ്പിക്കുന്ന ഉസ്താദ് എവിടെ നിൽക്കുന്നു, അറബിക് കോളേജിലെ മുദരിസ് എവിടെ നിൽക്കുന്നു,
പള്ളിയിലെ ഖത്തീബ് എവിടെ നിൽക്കുന്നു, സാധുക്കളായ സൂഫിയാക്കളായ ഏതെങ്കിലും മഹാന്മാരോട് ബന്ധം പുലർത്തുന്ന പ്രിയപ്പെട്ടവർ ഇവിടെ നിൽക്കുന്നു എന്ന് ആത്മപരിശോധന നടത്താനും പറ്റും. അനുയായികൾക്ക് അവരവരുടെ ആലിമീങ്ങളെ വിലയിരുത്താനും പറ്റും. എന്നിട്ട് ആരെയാണ് ഇമാമായി അവലംബിക്കേണ്ടത്? സുയൂത്ത് ഇമാമ് പറയാണ്, യഹ്യ ഇബ്നു അമ്മാറുനി തൈമി അസ്സിജിസ്താനി റളിയല്ലാഹു അൻഹു പറഞ്ഞു. ഇത് സുയൂത്ത് ഇമാമൊക്കെയാണ് ഉദ്ധരിക്കുന്നത്. അപ്പൊ പ്രാമാണികമായ വചനങ്ങളാണിത്. അൽ ഉലൂമു ഖംസത്തുൻ, പരിശുദ്ധ ഇസ്ലാമിക രംഗത്തുള്ള ഇൽമ് 5 ഇൽമ് ഒന്നാമത്തത് ഹുവ ഹയാത്തുദ്ദീൻ, പരിശുദ്ധ ഇസ്ലാമിക സനാതന ധർമ്മത്തിൻ്റെ ജീവനാണ്. അല്ല ഇൽമു ഹയാത്തുൽ ഇസ്ലാം എന്ന് പറയുന്ന ഇൽമ് അതേതാണ്? വഹുവ ഇൽമു തൗഹീദ്, തൗഹീദിൻ്റെ ഇൽമാണ്. അത് പുസ്തകത്തിൽ നിന്ന് കിട്ടുന്നതല്ല, അത് കൽബകങ്ങളിലേക്ക് ഹബീബായ സയ്യിദുന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുതൽ കൽബിൽ നിന്ന് കൽബിലേക്ക് പകർന്ന് ലഭിച്ച് വഅഖ്റഉ തൗഹീദ, വേറെ ആർക്കും അത് കാണാൻ കഴിയില്ല. അത്തൗഹീദിൻ്റെ ഇൽമിനെ മോന്തിക്കുടിക്കുന്ന മഹാന്മാരുണ്ട്. ഇൽമു തൗഹീദ് അതാണ് ഹയാത്തുദ്ദീൻ. രണ്ടാമത്തെ ഇൽമ് വഇൽമുൻ ഹുവ ഖുവ്വത്തുദ്ദീൻ, പരിശുദ്ധ ദീനിൻ്റെ ശക്തി, അതിൻ്റെ പവർ കാണിക്കുന്ന മുസ്ലിമീങ്ങൾക്ക് ഗ്രോത്ത് ഉണ്ടാകുന്ന, ശക്തി ഉണ്ടാകുന്ന ഇൽമ് അതേതാണ്? വഹുവ ഇൽമുൽ ഇളത്തി വദ്ദിക്ർ, ഉദ്ബോധനത്തിൻ്റെ ഇൽമ്, മനസ്സ് തട്ടുന്ന അദ്ദിക്റിൻ്റെ ഇൽമ്. ഇതായിരുന്നു അഹ്ലുസുന്നയുടെ നമ്മുടെ പണ്ഡിതന്മാരുടെയൊക്കെ കൈമുതൽ. അവർക്ക് ഹക്കായ ഒരു ഷെയ്ഖുമായുള്ള ബന്ധം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇൽമു തൗഹീദ് അവരുടെ കൽബിൽ അടിയുറച്ചു കിടക്കുന്നുണ്ട്. പിന്നെ അവരുടെ കയ്യിൽ രണ്ടാമത്തെ ഇൽമെന്ന ഖുവ്വത്തു ദീൻ, ദീനിൻ്റെ ശക്തി, ഇൽമുൽ ഇളത്തി വദ്ദിക്ർ, അവരൊരു ഉത്ബോധനം, ഒരു ഖാലല്ലാഹു അസ്സ വജൽ എന്ന് പറഞ്ഞാൽ മതി, കൽബ് പടക്കും. അറബി ഭാഷയിൽ മിമ്പറിൽ നിന്ന് ഖുത്ബ ഓതിയാൽ ആ ഖുത്ബ കേട്ടുകൊണ്ട് കരയും മുഅ്മിനീങ്ങൾ. കാരണം ഇൽമു തൗഹീദ് ആദ്യം ഉറപ്പിച്ചവരാണ് അവർ. രണ്ടാമത്തെ ഇൽമാണ് ഇൽമുൽ ഇളത്തി വദ്ദിക്ർ. ഇനി മൂന്നാമത്തെ ഇൽമ ഏതാ? വഇൽമുൻ ഹുവ ദവാഉദ്ദീൻ, മൂന്നാമത്തെ സ്ഥാനത്താണ് വെച്ചിരിക്കുന്നത്. പരിശുദ്ധ ദീനിൻ്റെ മരുന്നാണ്. ദവാഉദ്ദീൻ, മരുന്ന് എപ്പോഴും ആവശ്യമുള്ളതല്ല. ദവാഉദ്ദീൻ, പരിശുദ്ധ ദീനിൻ്റെ ചികിത്സ അവിടെയാ ഉള്ളത്. വഹുവൽ ഫിഖ്ഹു, ഇൽമുൽ ഫിഖ്ഹ്, കർമ്മശാസ്ത്ര ബോധം, അറിവ്, അത് മൂന്നാമത്തെ സ്ഥാനത്ത്. ഇൽമുദ്ദവാ, ചികിത്സയാണത്. എന്നാൽ നാലാമത്തെ ഇൽമുണ്ട്. ഇന്നത്തെ ആളുകൾ അതൊക്കെ അറിയണം, ഇസ്ലാമിക പ്രവർത്തകർ അറിയണം. ഇൽമുൻ ഹുവ ദാഉദ്ദീൻ, പരിശുദ്ധ ദീനിൻ്റെ രോഗമാണത്, മഹാമാരിയാണത്, വ്രണം സൃഷ്ടിക്കുന്ന ഇൽമാണ്. അതൊരു വല്ലാത്ത കൊട്ടേഷൻ ആയതുകൊണ്ടാണ് അടിത്തറയിട്ട് പറയുന്നത്. ഫിഖ്ഹിൻ്റെ ഇൽമ് അത് മരുന്നാണ്, അത് ചികിത്സയാണ്, അത് സൗഖ്യം നൽകും. എന്നാൽ മറ്റൊരു ഇൽമുണ്ട്, ഇൽമുൻ ഹുവ ദാഉദ്ദീൻ, ദീനിൻ്റെ മഹാമാരിയാണ്, രോഗമാണത്. അതേത് ഇൽമാണ്? കൗതുകത്തോടുകൂടി അതോടൊപ്പം ബേജാറോടുകൂടി കേൾക്കുക. വഹുവ അഖ്ബാറു ഫിതനിസ് സലഫ്, ഈ സമുദായത്തിലെ പൂർവകാമികളായ ആളുകളുടെ കാലഘട്ടത്തിലുണ്ടായ ഫിത്നയുമായി ബന്ധപ്പെട്ട സംഘർഷങ്ങൾ, യുദ്ധങ്ങൾ, പോരാട്ടങ്ങൾ, അതുമായി ബന്ധപ്പെട്ട അഖ്ബാറുകൾ, അത് ദാ ആണ്. ഇത് ചിലർക്കൊന്നും മനസ്സിലാവില്ല അല്ലേ? പറയാൻ നല്ല സുഖമാണ്, കേൾവിക്കാരെമ്പാടും കിട്ടും. നമ്മളാരും ഇതുവരെ കേൾക്കാത്ത അറിവാണ് എന്നൊക്കെ പറഞ്ഞ് കമൻറ്റുകൾ കേൾക്കും. ഏതാണത്? അഖ്ബാറു ഫിതനിസ് സലഫ്, രാഷ്ട്രീയപരമായ കാരണങ്ങളാൽ, ഇജ്തിഹാദിയായ കാരണങ്ങളാൽ മുസ്ലിംകൾ തമ്മിൽ നടത്തിയ ഫിത്തനകളുടെ ഇൽമ്, അത് അന്ന് മുതൽ തുടങ്ങിയിട്ടുണ്ട്. കർബലയിൽ നിന്ന് തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെയും മുമ്പ് സയ്യിദന ഉമറുൽ ഫാറൂഖിന്റെ വധം മുതൽ സയ്യിദന ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഷഹാദത്ത് മുതൽ പിന്നെ അങ്ങോട്ട് വരികയാണ്. അമവികളും അബ്ബാസികളും ഫാത്തിമികളും സൽജൂക്കികളും
ഇതിങ്ങനെ കേൾക്കുമ്പോൾ വലിയ പുതുമയാണ്. പക്ഷേ സലഫിന്റെ ഫിത്നയിൽ അകപ്പെട്ട ഇൽമ്, കോരിച്ചൊരിഞ്ഞ യുദ്ധത്തിന്റെ, പോരാട്ടത്തിന്റെ, പരസ്പര വൈരത്തിന്റെ ഇൽമ്, അതിൻ്റെ കഥകൾ. അതുകൊണ്ടാണ് കേരളത്തിലൊക്കെയുള്ള പഴയ ഉസ്താദുമാർ കർബല കഥാപ്രസംഗം വേണ്ട, കാരണം അതൊക്കെ പറയുമ്പോൾ പലയിടത്തേക്കും എത്തും നമ്മുടെ ചർച്ചകൾ. ഇന്നാകട്ടെ കൂടുതൽ ഉയർന്നു നിൽക്കുന്നത് അത്തരം വർത്തമാനങ്ങളാണ്. അത് ആണ്, രോഗമാണ്, മഹാരോഗമാണ്. നാലാമത്തെ ഇൽമ് അഖ്ബാറു ഫിതനി സലഫ്. പുസ്തകങ്ങളിലുടനീളം ആ അറിവുണ്ടാകും, ഇംഗ്ലീഷിലെമ്പാടും ലഭിക്കും. കാരണം ഓറിയന്റലിസ്റ്റുകളൊക്കെ മനഃപൂർവ്വം അത് എഴുതി ഉണ്ടാക്കിയിട്ടുണ്ട്. കുറേ നിവേദനങ്ങൾ, കുറേ നുണകൾ, കുറേ കല്ല് വെച്ച നുണകൾ, ഇതൊക്കെ കൂടി കേട്ടിട്ട് അവസാനം എവിടെ എത്തും? സയ്യിദുന അലി, സയ്യിദുന ഹസൻ, സയ്യിദുന ഹുസൈൻ, സയ്യിദുന മുആവിയ, സയ്യിദുന അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹും, അവരെല്ലാവരും. പക്ഷേ അതങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തട്ടി മുട്ടി വായിപ്പിച്ചാൽ ഒരു വിഭാഗം ഇഷ്ടപ്പെടും, ഒരു വിഭാഗത്തോട് വെറുപ്പ് വരും. സ്വഹാബത്തിനെ പോലും കുറ്റപ്പെടുത്തുന്ന ഇൽമ് ഇന്ന് വല്ലാതെ ലഭിക്കുന്നുണ്ട്. അതിന് ഇൽമ് നല്ല പേര്. മാരകമായ മഹാവ്യാധിയാണ്, വളരെ കരുതണം. അതൊക്കെ കുറച്ച് ആവശ്യമില്ലാതെ കേട്ടുപോയി പഠിച്ചു പോയാൽ പിന്നെ അത് രോഗമായിട്ട് അവിടെ കിടക്കും. സയ്യിദത്തു ബീവി ആയിഷ റളിയല്ലാഹു അൻഹയെ കുറിച്ച് പോലും എന്തൊക്കെയാണ് ഓരോരുത്തർ അഖ്ബാറുകൾ പറയുന്നത്. അത് രോഗമാണ്, വ്രണമാണ്. കൽബ് അപകടപ്പെട്ട് മരണപ്പെട്ടു പോകും. ശ്രദ്ധിക്കുക. അഞ്ചാമത്തെ ഇൽമ് ഇൽമുൻ ഹുവ ഹലാക്കുദ്ദീൻ. ദീനിന്റെ നാശം അതിലാണ്. അങ്ങനെ ഒരു ഇൽമുണ്ട്. അപ്പോൾ ഇൽമു തൗഹീദ് ഉണ്ട്, ഇൽമു ദിക്ർ ഉണ്ട്, ഇൽമുൽ ഫിഖ് ഉണ്ട്. അത് മൂന്നും പോസിറ്റീവാണ്, ഓക്കെയാണ്. പിന്നെ ഉള്ളത് ഇൽമു അഖ്ബാരി ഫിതനി സലഫ്, അതാണ് ദാഉദ്ദീൻ. അവസാനം പറഞ്ഞത് 5 ഹലാക്കുദ്ദീൻ. വഹുവ ഇൽമുൽ കലാം. ഇൽമുൽ കലാം വചനശാസ്ത്രമെന്നോ തർക്കശാസ്ത്രമോ ഒക്കെ പറയാം. അതിലകപ്പെട്ടിട്ട് അള്ളാഹുവിൻ്റെ സിഫാത്തുകളെ കുറിച്ച് പോലും കഥയില്ലാതെ പറയുക. ഇൽമുൽ കലാം വളരെ അപകടം പിടിച്ച, എത്രയോ ആളുകൾ പടുകുഴിയിലകപ്പെട്ടു പോയ ഇൽമാണത്. അത് ഹലാക്കുദ്ദീനാണ്. ഇൻതഹ. ജലാലുദ്ദീൻ സുയൂത്തി റളിയല്ലാഹു അൻഹുവിൻ്റെ ഈ ഭാഗം ഇൽമുള്ള ആളുകൾക്കും ഇൽമ് പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്കും മനസ്സ് ബാലൻസ് ചെയ്യാൻ ഇൽമു ഖുവ്വത്തുദ്ദീനാണ്, ദീനിൻ്റെ ശക്തിയാണ്. അതിന് അതിൻ്റെ അഹ്ലുകാരിൽ നിന്ന് ലഭിക്കണം. അല്ലാഹുമ്മ ആമീൻ, അല്ലാഹുമ്മ ആമീൻ. അല്ലാഹു നമുക്ക് അവൻ്റെ സംരക്ഷണം കൊണ്ട്, തൗഫീഖ് കൊണ്ട് ഇസ്തിഖാമത്ത് വർദ്ധിപ്പിക്കട്ടെ. ആമീൻ. വ ആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.